Welcome dears. നമ്മൾ ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കാണ് കേട്ടോ. കേരള ഹിസ്റ്ററി SCRT മുഴുവനായിട്ട് നിങ്ങളുടെ മുന്നിൽ പഴയ SCRT പുതിയ SCRT പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുകയാണ്. പുതിയ SCRT തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയ SCRTയിൽ ഞാൻ 2 ലെസൺസ് എടുത്തു തന്നിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ പുതിയ SCRTയിൽ ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ഈ 2 ലെസൺ വായിച്ചെടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യാണ്, അത് ഒന്നുകൂടിയിട്ട് ഇങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ഇങ്ങോട്ട് എടുത്തിട്ട് എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാനായിട്ട് ശ്രദ്ധിച്ചാൽ. ഇനി ലെസൺ വായിച്ച് പഠിക്കാന്നുള്ളവർ നമ്മുടെ ക്ലാസ്സുകൾ കാണാം കേട്ടോ. വേറെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ലെസൺ വായിച്ച് തന്നെ അത് മുഴുവനായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ലെസണിലെ, അതായത് അതൊരു വലിയ ലെസൺ ആണ് കേട്ടോ. അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം അതേപോലെ തന്നെയാണ് ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ എന്ന ലെസൺ. രണ്ടും വലിയ ലെസൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലെസന്റെ പകുതിയോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെടുക്കുന്നുണ്ട്. അതിന്റെ ബാലൻസ് നാളെ എടുക്കാം കേട്ടോ. അപ്പൊ കൂട്ടുകാർ പറഞ്ഞതാണ് ക്ലാസ് എടുക്കുമ്പോൾ ഏതാണ് എടുക്കണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം കേട്ടോ. നോക്കാം. ന്യൂ SCRT 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ഇതാണ് ലെസന്റെ പേര് കേട്ടോ. കൂട്ടുകാർക്ക് ഇനി അതൊരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഇനി നമ്മൾ അങ്ങനെ അടുത്ത 2ാമത്തെ ലെസൺ എടുക്കും. അങ്ങനെ ഓരോരോ ലെസണായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. നെഹ്റുവിന്റെ പ്രസംഗമാണ് ഇത് കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ തുടങ്ങുന്ന ഒരു പ്രസംഗം എപ്പോഴാണ് ജവഹർലാൽ നെഹ്റു നടത്തുന്നത്? എപ്പോഴാണ്? അതായത് സ്വാതന്ത്ര്യ പുലരിയിൽ കേട്ടോ. സ്വാതന്ത്ര്യ പുലരിയില് പ്രഥമ പ്രധാനമന്ത്രിയാണ് അല്ലെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പുലരിയിൽ നടത്തിയ, നമ്മുടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് ഇത്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി അല്ലെ. അങ്ങനെ ആ പ്രതിജ്ഞ എന്താണ്, പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന ഒരു പ്രസംഗമാണ്. അപ്പൊ ഈ ഫസ്റ്റത്തെ ആ ഒരു ലൈൻ എന്ത് ചെയ്യാ, ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഇനി ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയായിട്ട് പ്രതിഫലിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കണം. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടും എല്ലാം ഈ തന്നിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 46 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇനി അങ്ങനെ ഈ ലക്ഷ്യപ്രമേയത്തിൽ നിന്നും നമ്മുടെ ഭരണഘടനയിലേക്ക് കാൽവെക്കുകയാണ് അല്ലെ. എന്താണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്? ഒന്ന് നോക്കിക്കോ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. 2. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിക്ഷിപ്തമാക്കാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നതിനെ ജനാധിപത്യ രാജ്യമായിട്ട് മാറാൻ ഇടയായത്. മനസ്സിലായോ? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും എവിടെ നിന്നായിരിക്കണം? ജനങ്ങളിൽ നിന്നുമായിരിക്കണം ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പുള്ള സമത്വം മുന്നിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടന, പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കൂ, ഈ ലക്ഷ്യപ്രമേയങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരാനുള്ള സാഹചര്യം ഇടയാക്കുന്നത്. അപ്പൊ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ മാസം 13. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ആമുഖം പറയുന്നുണ്ട് അല്ലെ.
ആമുഖം, പ്രിയാമ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ. ഇത് നമ്മൾ എന്താണെന്നറിയോ, ഇതിപ്പോ ക്ലാസ് എടുത്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞു തന്നാൽ ആമുഖം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു പഠിക്കേണ്ടത് കണ്ടു പഠിക്കുക വേണം, എങ്കിലേ നമുക്ക് എക്സാം ഹാളിൽ ഓർമ്മ വരികയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഇതേ രൂപത്തിലാണ് കേട്ടോ. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ, ഇതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. ഭാരതത്തിലെ ജനങ്ങളായ നാം, ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചോ കേട്ടോ. ആമുഖം. ഓക്കെ, ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം, ഇത് ഓർഡർ തന്നെ പഠിക്കണേ, ഇതിനെ തിരിച്ച് റിവേഴ്സിലൊക്കെ തരാറുണ്ട് കേട്ടോ. ഭാരതത്തിലെ ജനങ്ങളായ നാം, ഭാരതത്തെ ഒരു ഇനി ഈ ഒരു ഓർഡർ വൃത്തിക്കായിട്ട് പഠിക്കുക. ഈ ഒരു ഓർഡർ വൃത്തിക്ക് പഠിച്ച് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ആമുഖത്തിൽ പറയുന്നത്? പരമാധികാര, ഇതിനെയും റിവേഴ്സ് ഓർഡറിൽ തരാറുണ്ട്, മിക്സഡ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തരാറുണ്ട് കേട്ടോ. അപ്പൊ ഈ ഓർഡർ പഠിച്ചോ. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സംവിധാനം ചെയ്യുന്നു അല്ലെ. എങ്ങനെയാണ് ആമുഖത്തിൽ പറയുന്നത്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ. ഇനി സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. കണ്ടോ, ആമുഖത്തിലെ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് നീതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും, ഈ മൂന്നെണ്ണവും കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ആമുഖത്തിലെ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. പിന്നെ എങ്ങനെയാണ് അതിലെ പൗരന്മാർക്കെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് ഭാരതത്തെ? എങ്ങനെയാണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടാണ് ഭാരതത്തെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതാണ്ടോ, ഭാരതത്തെ ഒരു സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം. ഓക്കെ ആണോടാ? അപ്പൊ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചു? 1, ഇത് 2, ഇത് 3, ഇത് 4. ഇനി നോക്കൂ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അവ ചോദ്യം പഠിച്ചു വെക്കണം. ഭരണഘടനയെ അംഗീകരിച്ചത് എന്ന്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ മാസം 26. എങ്കിൽ ഭരണഘടന നിലവിൽ വന്നത് എപ്പോ? 1950 ജനുവരി 26. മനസ്സിലായി? ഇതിന്റെ രണ്ടിനും വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഭയുണ്ട് അല്ലെ, ഭരണഘടനാ നിർമ്മാണ സഭയുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനയെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് 49 നവംബർ മാസം 26. അംഗീകരിച്ചാൽ മാത്രം മതിയോ? അത് നിലവിൽ വരികയും വേണ്ടേ? 1950 ജനുവരി 26 നിലവിൽ വന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ. അതേപോലെ വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാന്ന്? ആമുഖത്തിൽ ആകെ ഒരേ ഒരു ഡേറ്റേ പറയുന്നുള്ളൂ. ഏതാണത്? അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1949 നവംബർ 26. മനസ്സിലായി? ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി നോക്ക്, ഇത് ഇവിടെ പ്രീവിയസ് ആണ്. 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ്? 1977 ജനുവരി മാസം 3-ാം തീയതി മുതൽ പ്രാബല്യമായി. മനസ്സിലാവുന്നുണ്ടോ? 1976 42ാമത്തെ ഭേദഗതി നടന്നു. ഏതാണ് വകുപ്പ് പ്രകാരം? ഇതടക്കം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. 2ാം വകുപ്പ് പ്രകാരമാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം മതേതരം. കണ്ടോ, ഈ വാക്കുകളൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതൊക്കെ 1976 42ാം ഭേദഗതി പ്രകാരമാണ്. മേൽപ്പറഞ്ഞ ആക്ട്
ആക്ട് 2-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിനു പകരം എന്താക്കി? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നും കൂടി കൂട്ടിച്ചേർത്തു. അതും ഏതാണ്? 1976-ലെ 42-ാം ഭേദഗതി വകുപ്പ് 2 നിലവിൽ വന്നത് 1977 ജനുവരി മാസം 3-ാം തീയതി. മനസ്സിലായോ? അപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ ഒന്നും കൂടി നോക്കിയാലോ. നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ആമുഖത്തിൽ എങ്ങനെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്? പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അതവിടെ മാറ്റിയല്ലോ. ഇനി ആമുഖത്തിലെ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ ആണോ? ഇനി സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. പഠിച്ചല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 49 നവംബർ 26. എന്താണ് അതിന്റെ പ്രത്യേകത? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് 49 നവംബർ 26-നാണ്. എങ്കിൽ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാ? 1950 ജനുവരി 26-നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖത്തിലൊക്കെ എന്താണ്? ജനാധിപത്യ റിപ്പബ്ലിക് എന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ന് കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയത് ഏത് ഭേദഗതിയോട് കൂടിയിട്ടാണ്? 1976-ലെ 42-ാം ഭേദഗതി 2-ാം വകുപ്പ് പ്രകാരം. എപ്പോഴാണ് നിലവിൽ വന്നത്? 76 കഴിഞ്ഞ് 77 ജനുവരി മാസം 3-ന്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനു പകരം 76-ലെ 42-ാം ഭേദഗതി പ്രകാരം ഐക്യവും അഖണ്ഡതയും എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഓക്കെ ആണോ? ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ SCRT ലെസണിൽ ഞാൻ ഇതിൽ നിന്ന് മക്കൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ ഇതിൽ നിന്ന് ഒന്നും അവിടെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അതിലത്തെ ഉള്ള പൂർണ്ണ വിവരങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകും. പിന്നെ ലെസൺ വായിച്ചിട്ട് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സുകൾ എടുത്തിട്ട് ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് റിവിഷൻ ചെയ്യുക കേട്ടോ. ഇനി എന്തൊക്കെയാ മക്കളെ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഒന്ന് ഓരോന്നായിട്ട് പഠിച്ചോ. ഓരോന്നായിട്ട് പഠിക്കണം കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെ. ആദ്യം നമുക്ക് ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ ഒരു സമിതി വേണം അല്ലെ. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടു. എപ്പോ? 1946 ഡിസംബർ 6-നാണ്. ഓക്കെ. 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടു. ആരുടെ നിർദ്ദേശപ്രകാരം? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1946 ഡിസംബർ 9 മുതൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. 1946 ഡിസംബർ 9 മുതൽ രൂപം കൊണ്ട ദിവസം തന്നെ തുടങ്ങും ഇല്ല അല്ലെ. 46 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നത്. ഓക്കെയാണോ? 46 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത നീണ്ട ഒരു യാത്രയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് നമ്മൾ നേരത്തെ പഠിച്ചു 49 നവംബർ മാസം 26-നാണ് ഇവിടെ അംഗീകരിച്ചത് എന്നാണ്. അങ്ങനെ ആ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളും ആണ് ഉണ്ടായിരുന്നത്. 22 ഭാഗം 395 വകുപ്പ് 8 പട്ടികകളാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു 1950 ജനുവരി 26-ന്. അപ്പൊ ഭരണഘടനയുടെ സവിശേഷതകൾ നമ്മൾ ഇവിടെ എന്തൊക്കെ നോക്കി? ഭരണഘടനാ നിർമ്മാണ സമിതി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 46 ഡിസംബർ 6-ന് രൂപം കൊണ്ടു. അങ്ങനെ ഡിസംബർ 6 കഴിഞ്ഞ് ഡിസംബർ 9-ാം തീയതി ആയി. 9-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത ഒരു നീണ്ട മഹത്തായ കാലഘട്ടത്തിലൂടെ പോയി എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്ത് ചെയ്തു? രൂപം കൊടുത്തു. അങ്ങനെ അംഗീകരിക്കണം അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യണം? ഇതിനെ അംഗീകരിക്കണം. 49 നവംബർ 26-ാം തീയതി അംഗീകരിക്കുകയും 1950 ജനുവരി 26-ന് നിലവിൽ വരികയും ചെയ്തു. അന്ന് നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 395 വകുപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഭരണഘടനയിൽ 8 പട്ടികകളും ഉണ്ടായിരുന്നു.
ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ ഭരണഘടനയുടെ സവിശേഷതകളാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നോക്കാം, ഓരോരോ പോയിന്റ് പഠിച്ചോ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ടതാണ് അല്ലേ? കയ്യും കൊണ്ട് എഴുതിയതാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഒന്ന് നോക്ക്, 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചിട്ടുള്ള വിശദമായ ഉള്ളടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതുപോലെ തന്നെ പാർലമെന്ററി ജനാധിപത്യം വിഭാവനം ചെയ്യുന്നു അല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ഈ രാഷ്ട്രത്തിന് എന്താണ്? ഈ പാർലമെന്ററി ജനാധിപത്യമാണ് അല്ലെ? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതായത് പാർലമെന്ററി ജനാധിപത്യം നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലേ? നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക? ഇന്ത്യൻ പാർലമെന്റ് എന്ന് നമ്മൾ പറയില്ലേ? ആ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നിയമം നിർമ്മിക്കുന്നവരുണ്ട്. ആ നിയമം നിർമ്മിക്കുന്നവരാണ് പാർലമെന്റ് അല്ലെ? പിന്നെ അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവരാണ് കാര്യനിർവഹണ വിഭാഗം. ഇനി നീതിന്യായ വിഭാഗമുണ്ട്, അതാണ് കോടതികൾ അല്ലെ? അപ്പോ ഒന്നിനോട് ബന്ധപ്പെട്ട് കൊടുക്കുന്നു. ആർക്കും സ്വയം അധികാരം ഇല്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് വരും ക്ലാസ് വരും, നമ്മൾ പഠിപ്പിച്ചു തരാം. ഓക്കെ, പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്. 3 ആൾക്കാരും ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഒരാൾക്ക് സ്വന്തം അധികാരം ഉപയോഗിച്ചിട്ട് അവിടെ ഒന്നും നടക്കില്ല. മനസ്സിലായോ? ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇനി എന്താണ് മൂന്നാമത്തെ പ്രത്യേകത? നമ്മുടെ ഭരണഘടനയുടെ ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. ചിലത് നമ്മുടെ ഭരണഘടനയിൽ അതൊന്ന് ഭേദഗതി ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ചിലത് അങ്ങനെയല്ല, എന്ത് ചെയ്യാ? അയവുള്ളതുമാണ് അല്ലെ? ദൃഢവും എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? പ്രത്യേക ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് പാസ്സാക്കണം. പ്രത്യേക ഭൂരിപക്ഷം വേണം, എങ്കിൽ മാത്രമേ ചില ഭരണഘടനയിലെ വിഷയങ്ങൾ ഭേദഗതി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ദൃഢം എന്ന് പറഞ്ഞത്. എന്നാൽ ചിലത് അങ്ങനെയല്ല, കേവല ഭൂരിപക്ഷം മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് അത് അയവുള്ളത് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? മൗലിക അവകാശങ്ങൾ പോലുള്ള കാര്യങ്ങളാണ്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. പൗരത്വമൊക്കെ എന്താണ്? സാധാരണഗതിയിൽ കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഭേദഗതി ചെയ്യാം. പക്ഷെ ഒരു മൗലിക അവകാശത്തിൽ തൊട്ടുകളിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭൂരിപക്ഷം തന്നെ വേണം. അതിൽ പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നോക്കൂ, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശത്തിൽ പറയുന്നത്. എങ്കിൽ പൗരർ അവർ നമുക്ക് കുറെ അവകാശങ്ങൾ മാത്രം തന്നാൽ മതിയോ? പോരാ, നമ്മൾ കുറച്ച് നമ്മുടെ രാഷ്ട്രത്തോട് കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് അല്ലെ? അതാണ് മൗലിക കടമകൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യത്തിൽ പറയുന്നത്. ഇനി എന്താ മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അല്ലെ? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രം അല്ലെ? ഇനി നമ്മുടെ തലമുറ മാത്രം കഴിഞ്ഞാൽ മതിയോ? പോരാ അല്ലെ? ഇനി വരും തലമുറ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിലെ സാമൂഹികമായും സാമ്പത്തികമായും അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. നെക്സ്റ്റ് വൺ എന്താ? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായിട്ട് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതായത് രാജ്യസഭ, എന്നിങ്ങനെ 2 സഭകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റില് 2 സഭകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് അല്ലെ? അപ്പൊ അത് ദ്വിമണ്ഡലം എന്ന് പറയുമ്പോൾ 2, ലോകസഭയും രാജ്യസഭയും അല്ലെ? ലോകസഭയുടെ മറ്റൊരു പേരെന്താ? അധോസഭ എന്നറിയപ്പെടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോകസഭയാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. അതിൽ ഉപരി എന്ന അക്ഷരമുണ്ട്, അതുകൊണ്ട് തന്നെ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണ് അല്ലെ? മൊത്തം ജനത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ലോകസഭ. എങ്കിൽ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഏത്? രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ്
ഇവിടെ സവിശേഷതകൾ പഠിച്ചത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ നമ്മൾ കുറെ നോക്കിയില്ലേ. നമുക്ക് നോക്കാം, ഇതിന്റെ ബാലൻസും കൂടി നോക്കാം. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം അല്ലെ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമ്മൾ ലിസ്റ്റുകൾ പഠിക്കാറുണ്ട് അല്ലെ, വകുപ്പ് 7 പറയുന്ന ലിസ്റ്റുകളെ കുറിച്ച്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താ പറയുന്നത്, അതിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ നിയമം നിർമ്മിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ യൂണിയൻ ലിസ്റ്റ്, അവിടെ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് അധികാരം. കൺകറന്റ് ലിസ്റ്റ് എന്താ, അത് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടപെടാം, യൂണിയൻ ഗവൺമെന്റിനും ഇടപെടാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഇവിടെ എന്താ, അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മേൽക്കൈ ഇനിയിപ്പോ സംസ്ഥാന ലിസ്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യാം, കേന്ദ്ര ഗവൺമെന്റിന് അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. അപ്പൊ മേൽക്കൈ ആർക്ക് തന്നെയാണ്, കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നീതിന്യായം എന്ത് ചെയ്യാൻ പാടില്ല, നിയമങ്ങൾ നടപ്പാക്കാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷവുമായിരിക്കണം അല്ലെ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കോടതി സംവിധാനം. നിയമനിർമ്മാണം എന്ന് പറയുന്നത് പാർലമെന്റ് ആണ് അല്ലെ, നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്, ആ നിയമം നിർമ്മിക്കുമ്പോൾ ആരാണ് കാര്യനിർവഹണം ചെയ്യേണ്ടത്, അത് നടപ്പിലാക്കണം അല്ലെ. അവരുടെ ഒന്നും ഒരിക്കലും നിയന്ത്രണത്തിൽ ആകരുത് ആര്, കോടതി എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ വേണം അല്ലെ. അവർക്ക് ഭരണഘടന ഒരു ആർട്ടിക്കിൾ പ്രകാരം രൂപം കൊള്ളണം അല്ലെ. ഇപ്പൊ ധനകാര്യ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെ എന്താണ്, ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അവർക്ക് അവരുടേതായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയണം. ഒരിക്കലും അതിൽ മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാനായിട്ട് സാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ പഠിച്ചത്? ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ എഴുതപ്പെട്ട ക്വസ്റ്റ്യൻ വരും, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഇന്ത്യൻ ഭരണഘടന താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തെറ്റാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ പഠിക്കുക, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഒന്ന്. പിന്നെ പാർലമെന്ററി ജനാധിപത്യമാണ് അല്ലെ, 2 പാർലമെന്ററി ജനാധിപത്യം 2 പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ചത്, ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് 3 പഠിച്ചു. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും 4 പഠിച്ചു. മാർഗനിർദ്ദേശക തത്വങ്ങൾ 5. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ 6 പഠിച്ചു. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം പഠിച്ചു അല്ലെ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം 7ാമത്തെ പഠിച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ 8 പഠിച്ചു അല്ലെ. അതുപോലെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ 9 പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 9 കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ആ ലെസണിൽ ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. ഇന്ത്യൻ ഫെഡറലിസം ഓക്കെയാണോ? എന്താ ഇന്ത്യൻ ഫെഡറലിസം? എന്താ ഇന്ത്യൻ ഫെഡറലിസം പറയുന്നത്? അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനം. അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനം. എന്താ അധികാരം 2 തലങ്ങളിലേക്ക്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കുമായിട്ട് അധികാരം വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇനി മറക്കില്ലല്ലോ, നമ്മൾ എപ്പോഴും പഠിക്കും അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫെഡറലിസം എന്താ ഫെഡറലിസം അറിയില്ല അല്ലെ. അപ്പൊ എന്താണ് ഫെഡറലിസം? അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുക, അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇനി എന്തൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്ന് പറയുന്നത്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന അല്ലെ, എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. മനസ്സിലായോ? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ് കേട്ടോ. എന്തൊക്കെയാണ്? ചോദ്യം വരും. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ചോദ്യം വരാം. എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഇതൊക്കെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ്. ഇനി നമ്മുടെ ഭരണഘടനയുടെ
ഒന്നാം അനുച്ഛേദത്തിൽ നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു 395 അനുച്ഛേദങ്ങളൊക്കെ ഉണ്ട്, 22 ഭാഗങ്ങളുണ്ട്, 8 പട്ടികകളുണ്ട് എന്ന് പറയല്ലേ. അതിൽ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദത്തില് എന്താ പറയുന്നത്? ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദത്തിൽ പറയുന്നത് ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും. ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഭരണഘടനയിൽ ഇന്ത്യ ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഫെഡറലിസം പറയുന്നുണ്ട്, ഫെഡറലിസം ആണ് ഇന്ത്യൻ ഭരണഘടന കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, ഇതൊക്കെ പഠിച്ചു. പക്ഷെ ഒരിക്കലും നമ്മുടെ ഭരണഘടനയിൽ ഫെഡറലിസം എന്ന വാക്കേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഭരണഘടനയിൽ ഇന്ത്യ ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് ഒരിക്കലും പരാമർശിക്കുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതൊക്കെ പഠിക്കില്ലേ? ഫെഡറൽ സംവിധാനമാണ്. ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒക്കെ അധികാരം വിഭജിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാതെ എങ്ങനെ ഇവർ നടപ്പിലാക്കുക എന്ന് ചിന്തിക്കും. പക്ഷെ ഇല്ല, ഒരു ആശയം എന്ത് ചെയ്തു? നിയമം നിർമ്മിക്കുന്ന സമയത്ത് പാർലമെന്റുകൾ കൈക്കൊണ്ടു എന്ന് മാത്രമാണുള്ളത് കേട്ടോ. അപ്പൊ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്, അപ്പൊ എന്തിനാ ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാൻ കാരണം? ഭരണഘടനയിൽ ഇന്ത്യ ഒരിക്കലും ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. പിന്നെ എന്തിനാ ഇന്ത്യ ഫെഡറൽ രാഷ്ട്രം സ്വീകരിക്കാൻ കാരണം? എന്താ? സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്? ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത് കേട്ടോ. അപ്പൊ ഫെഡറൽ സംവിധാനത്തിൽ ഫെഡറൽ എന്നൊരു വാക്കേ ഇല്ല, ഇന്ത്യ ഫെഡറൽ രാഷ്ട്രമാണെന്നും പരാമർശിക്കുന്നില്ല. പക്ഷെ ഫെഡറൽ സംവിധാനം കൈക്കൊണ്ടു, നടപ്പിലാക്കാൻ മാത്രം. എന്തിനു വേണ്ടിയിട്ടാണ് ഫെഡറൽ സംവിധാനം സ്വീകരിക്കാൻ കാരണം? സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇനി എന്തൊക്കെയാ ഇന്ത്യൻ ഫെഡറലിസത്തിന് നമ്മൾ ഇത്ര നേരം പറഞ്ഞു അല്ലെ? ഫെഡറലിസം എന്താണ് എന്ന് പറഞ്ഞു. ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ ദൃഢമായ ഭരണഘടനയും സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയും ഒക്കെ നമ്മൾ നോക്കിയില്ലേ? അതേപോലെ അധികാര വിഭജനം 3 രീതികൾ പഠിച്ചു. ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതുഭരണഘടന. ഈ അടുത്ത് നടന്ന ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ നിന്നാണ് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യം വന്നിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക ഭരണഘടന ഉണ്ടോ? ഇല്ല. മൊത്തം ഇന്ത്യ എന്നൊരു രാജ്യത്തിന് ഒരു ഭരണഘടന, അത്ര മാത്രമേ ഉള്ളൂ അല്ലെ? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന പഠിച്ചു വെക്കണം. ഭരണഘടനയുടെ പരമാധികാരം നമ്മളാണോ അധികാരം ഉണ്ടാക്കുന്നത്? ആണോ? അല്ല. ഭരണഘടനയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അനുസരിക്കുന്നു അല്ലെ? അതേപോലെ ഏക പൗരത്വം ഓർമ്മയുണ്ടോ? ഇരട്ട പൗരത്വമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഏക പൗരത്വമാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ കേട്ടോ. അപ്പൊ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരം? കേന്ദ്രത്തിനാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ആണോ? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണോ? ആണ്. ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ആണ്. കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് അധികാരം? അല്ല, സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്ക് തന്നെയാണ്? കേന്ദ്രത്തിന് തന്നെയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം അല്ലെ? പൂർണ്ണമായും ഫെഡറൽ സംവിധാനമാണോ? അല്ല, അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? 5 കാര്യങ്ങൾ, മൊത്തം 9 കാര്യങ്ങൾ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ പഠിക്കുക. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു ഭരണഘടന മാത്രമേ ഉള്ളൂ. ഏക പൗരത്വമാണ്. ഭരണഘടനയുടെ പരമാധികാരമാണ്. ഭേദഗതി ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതേപോലെ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അതേപോലെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് അർദ്ധ ഫെഡറൽ സംവിധാനം. ഇനി എങ്ങനെയാണ് അധികാരം? നമ്മളിപ്പോ ഇന്ത്യൻ ഫെഡറൽ, ഇപ്പൊ നമ്മൾ ഫുള്ള് പഠിക്കുന്ന ഏതാ? ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് അല്ലെ? അപ്പൊ ഈ അധികാര വിഭജനം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നത് 7ാമത്തെ പട്ടികയിലാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് 7ാമത്തെ പട്ടിക പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം നിയമനിർമ്മാണം നടത്തുന്നത്. സംസ്ഥാന ലിസ്റ്റില് സംസ്ഥാന ഗവൺമെന്റിന് മാത്രം നിയമനിർമ്മാണം പറ്റുന്ന മേഖലകള്. സമവർത്തി ലിസ്റ്റ്, അതായത് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അതേപോലെ അവശേഷിക്കുന്ന അധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സിലെ അവശിഷ്ടാധികാരങ്ങൾ എന്ന് നമ്മൾ പറയും. അപ്പൊ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് നോക്ക്, കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കിക്കോ: വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇതിലൊക്കെ നിയമനിർമ്മാണം നടത്താനും ഭേദഗതി ചെയ്യാനും ഒക്കെ അധികാരം ആർക്ക് തന്നെയാണ്?
കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ലെസൺസിൽ നിന്നാണ്, ഈ അടുത്ത് നടന്ന എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ലെസണുകളിൽ നിന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ള പട്ടികയാണ് ഇത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 97 വിഷയങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേന്ദ്ര ഗവൺമെന്റിനാണ് അവിടെ പറ്റുള്ളൂ എന്നുള്ളത് അല്ലേ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. ഇതിലൊക്കെ സംസ്ഥാന ഗവൺമെന്റിന് മാത്രമാണ് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം കേട്ടോ. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. ഇനി സമവർത്തി ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് നോക്കാം. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുണ്ട്. രണ്ട് കൂട്ടർക്കും എന്ത് ചെയ്യാം? നിയമനിർമ്മാണം നടത്താം. ഓക്കെ, തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് നോക്കൂ? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ. വരുന്ന 3 ഉണ്ട് അല്ലെ. വിദ്യാഭ്യാസമുണ്ട്, വനമുണ്ട്, വിവാഹമുണ്ട്, പിന്നെ ജനന മരണ രജിസ്ട്രേഷൻ, ട്രേഡ് യൂണിയനുകൾ. ഓക്കെ, അടുത്തത് അവശിഷ്ടാധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടാധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ നിയമനിർമ്മാണ അധികാരം ആർക്ക് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. സൈബർ നിയമം അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്, റെസിഡ്യൂറി പവേഴ്സ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം, സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാന ഗവൺമെന്റിന് മാത്രം, കൺകറന്റ് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും, പിന്നെ അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം. ഓക്കെയാണോ? ഇനി ഇതവിടെ ഒരു പ്രസംഗത്തില് നമ്മുടെ അംബേദ്കറിന്റെ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു 2 ലൈന് തന്നിട്ട് ഇത് ആര് നടത്തിയ പ്രസ്താവനയാണ് എന്ന് തരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് തെറ്റാൻ പാടില്ല. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ ഏതൊക്കെയാ? ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങൾ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഒരു വേർഡ് വരെ തരാം. ഓക്കെ, അപ്പൊ ഇത് ആരുടെ എന്ന് ചോദിച്ചാൽ BR അംബേദ്കറുടേതാണ്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിയമനിർമ്മാണവും നീതി നിർവഹണവും കാര്യനിർവഹണ വിഭാഗവും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഇനി ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തിയില്ല വെക്ക് എന്തായിരിക്കും? അവർ അവരുടെ സ്വേച്ഛാധിപത്യം, കുത്തക അധികാരം അവർ സ്ഥാപിക്കില്ലേ. അപ്പൊ അവരുടേതായിട്ടുള്ള സ്വേച്ഛാധിപത്യ ഭരണമായിരിക്കും പിന്നീട് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഒന്നിനോട് എന്ത് ചെയ്തിരിക്കുന്നത്? ബന്ധപ്പെടുത്തിയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇത് ആരുടെ പ്രസംഗമാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചോദ്യം ചിലപ്പോൾ ഫസ്റ്റത്തെ 1-2 ലൈനേ തരുള്ളൂ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഇത് ആരുടെ വരികളാണ് എന്ന് ചോദിച്ചാൽ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള. ഇനി നമുക്ക് അധികാരം വേർതിരിക്കുന്നത്. നമ്മളിപ്പോ ഇന്ത്യൻ ഫെഡറലിസത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ഇതില് നിയമനിർമ്മാണ സഭയെ കുറിച്ചിട്ടും കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചും നീതിന്യായ വിഭാഗത്തെ കുറിച്ചിട്ടുമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താണ് നിയമനിർമ്മാണ സഭ? ഞാൻ പറഞ്ഞു ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതിലെ നിയമനിർമ്മാണ സഭ എന്താണ്, കാര്യനിർവഹണ വിഭാഗം എന്താണ്, നീതിന്യായ വിഭാഗം എന്താണ് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഈ നിയമനിർമ്മാണ സഭയെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗത്തെ കുറിച്ചിട്ടും നോക്കാം കേട്ടോ. അപ്പൊ നിയമനിർമ്മാണ സഭയാണ് ഇനി പഠിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? പാർലമെന്റ് എന്നാണ് അല്ലെ. എന്താണ് ഇവരുടെ ഡ്യൂട്ടീസ്? നിയമം നിർമ്മിക്കുക എന്നതാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതായത് ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയായിരിക്കും എന്ത് ചെയ്യുക? നിയമം നിർമ്മിക്കുക, നിയമനിർമ്മാണം നടത്തുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? നിയമനിർമ്മാണ സഭയാണ് പഠിക്കുന്നത്. നിയമം നിർമ്മിക്കുക അല്ലെ. നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അതുകൊണ്ട് അതിന് പാർലമെന്റ് എന്ന് പേര് വന്നു. ഓക്കെ, എന്താണ് അവരുടെ ഡ്യൂട്ടീസ്? എന്താണ് അവരുടെ ഡ്യൂട്ടീസ്? നിയമം നിർമ്മിക്കുക, നിയമം നിർമ്മിക്കുക. നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അതുകൊണ്ട് നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് പാർലമെന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. എന്താ ദ്വിമണ്ഡലം? ലോകസഭയും രാജ്യസഭയും ചേർന്നത് കൊണ്ടാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. എങ്കിൽ ഇപ്പൊ നമ്മള്
ഇന്ത്യൻ പാർലമെന്റ് പറഞ്ഞു. എങ്കിൽ സംസ്ഥാനങ്ങളിൽ ആരായിരിക്കും? സംസ്ഥാന നിയമനിർമ്മാണ സഭയായിരിക്കും സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത്. ഇനി എന്തൊക്കെയാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ നോക്കാം. നിയമം നിർമ്മിക്കുക, പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. 6 എണ്ണവും ട്ടോ. എന്തൊക്കെയാണ് പാർലമെന്റിന്റെ ചുമതലകൾ? നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്, അത് നമുക്ക് അറിയാം അല്ലെ. പിന്നെ പൊതുഖജനാവിന്റെ സംരക്ഷകനാണ്, പൊതുഖജനാവിന്റെ സംരക്ഷകനാണ്. പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിലൊക്കെ പങ്കാളികളാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ, ഇതൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു സംശയം വരും അല്ലെ, അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നതും പാർലമെന്റിന്റെ ചുമതലയാണ്. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കണം അംഗീകരിക്കണം, ഇതൊക്കെ ഡ്യൂട്ടീസ് ആണ്. ഇനി നമുക്ക് ലോകസഭയെ കുറിച്ചൊക്കെ നോക്കാം. നിയമനിർമ്മാണ സഭയില് പാർലമെന്റ് എന്ന് പറഞ്ഞു, പാർലമെന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് എന്ന് പറഞ്ഞു. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും കൂടിയിട്ടാണ് എന്ന് പറഞ്ഞു. അതിൽ ലോകസഭ എന്ന് നോക്കാം. പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അധോമണ്ഡല സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ എന്ത് ചെയ്യാണ്? നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായവർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാം. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയിലെ പരമാവധി അംഗബലം 550 പേരാണ്. നിലവിൽ 543 പേരാണ് ലോകസഭയിലുള്ളത്. 3, 4, 5. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് കേട്ടോ. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്കാണ് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം. ധനബില്ല് അവതരിപ്പിക്കുന്നത് ലോകസഭയിലായിരിക്കും കേട്ടോ. എന്നതൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്, എന്നിട്ട് രാജ്യസഭയിലേക്ക് കൊടുക്കും. രാജ്യസഭ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ലോകസഭ അത് പാസ്സാക്കും. അതാണ് ധനബില്ലില് ധനപരമായ കാര്യങ്ങളിൽ ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ നമുക്ക് സാധാരണ ഏത് വിഷയം വേണമെങ്കിലും ഏത് സഭയിലും അവതരിപ്പിക്കാം. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു മന്ത്രിയാണെങ്കിൽ ഇപ്പൊ അല്ലെ, അതൊരു സന്തോഷം അല്ലേ അത് കേൾക്കുമ്പോ അല്ലെ. ഓക്കെ, അങ്ങനെ ഓക്കെ, ഞാനൊരു കേന്ദ്രമന്ത്രിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഏതാ വകുപ്പ് എടുക്കുക? നമുക്ക് സ്വപ്നമൊക്കെ കാണാമല്ലോ അല്ലെ. ഏതാ? വനിതാ ശിശു വികസന അല്ലെ, ക്ഷേമ വകുപ്പ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ അതാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ബില്ല് അവതരിപ്പിക്കുകയാണേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ലോകസഭയിൽ അവതരിപ്പിക്കാം, രാജ്യസഭയിലോ എനിക്ക് എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഓക്കെ, ഇനി ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് ധനബില്ല് ആണെങ്കിൽ എവിടെ തന്നെ അവതരിപ്പിക്കണം? ലോകസഭയിൽ തന്നെ അവതരിപ്പിക്കണം. ഇനി ഒരു അവിശ്വാസ പ്രമേയമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതും എവിടെ തന്നെ അവതരിപ്പിക്കണം? രാജ്യസഭയിൽ കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല. ഇത് രണ്ടും ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ പാർലമെന്റ് എന്ന് പറയുന്നത്, പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. 25 വയസ്സ് പൂർത്തിയായവർക്ക് എന്ത് ചെയ്യാം? ലോകസഭയിലേക്ക് മത്സരിക്കാം. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ മക്കളെ, ഓൾ PQ ആണ്. കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അംഗബലം എത്രയാണ്? 550 ആണ്. നിലവിൽ എത്ര പേരുണ്ട്? ഇപ്പോ നമ്മുടെ ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? 543 അംഗങ്ങളാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. ലോകസഭയുടെ സ്പീക്കർ ആരാണ്? ലോകസഭയുടെ സ്പീക്കർ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് കേട്ടോ. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ഇനി ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ധനബില്ല് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഇനി രാജ്യസഭയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മുടെ സംസ്ഥാനത്ത് നിയമനിർമ്മാണ സഭകളിൽ നമ്മളൊക്കെ MLA-മാരെ കയറ്റി വിട്ടിട്ടുണ്ട് അല്ലെ. ആ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായിരിക്കണം മത്സരിക്കാൻ. ലോകസഭയിലേക്ക് 25 വയസ്സ് മതി. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? കാലാവധി ഇല്ല, സ്ഥിരം സഭയാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷം, രാജ്യസഭയുടെ കാലാവധി സ്ഥിരം സഭ കേട്ടോ.
സ്ഥിരം സഭ. 1/3 അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ് കേട്ടോ. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം. ഇതൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു എക്സാമിന് ഇത് എന്താക്കിയെന്ന് അറിയാം, ഇത് 3 വർഷം എന്ന് സ്റ്റേറ്റ്മെന്റിൽ ഇട്ട് തന്നു. നമുക്ക് അതൊന്നും അവിടെ കാണില്ല അല്ലേ, നമുക്കത് കാണും അവിടെ എക്സാം ഹാളിൽ കാണില്ല. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും. അപ്പൊ ഇവിടെ 2 എന്നുള്ളത് നോട്ട് ചെയ്ത് പഠിച്ചോ. എക്സാമിൽ അവര് ഇട്ടുന്നത് 3 എന്നിട്ട് വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ രാജ്യസഭയുടെ അധ്യക്ഷനാരാ? ഉപരാഷ്ട്രപതിയാണ് അല്ലേ, ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ, ഉപരിസഭ, ഉപരാഷ്ട്രപതി കേട്ടോ. അപ്പൊ എല്ലാം. അപ്പൊ ലോകസഭയുടെ അധ്യക്ഷനാരാ? സ്പീക്കർ. രാജ്യസഭയുടെ അധ്യക്ഷനാരാ? ഉപരാഷ്ട്രപതി. അംഗബലം എത്രയാണ്? 250 ആണ് കേട്ടോ. പരമാവധി അംഗബലം 250 ആണ്. അതിൽ 250 238 പേരെ തെരഞ്ഞെടുപ്പിലൂടെ കൊണ്ടുവരും. 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു കേട്ടോ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ്. കാരണം രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആണല്ലോ. അപ്പൊ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതും രാജ്യസഭയിൽ തന്നെയാണ്. അതേപോലെ ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഈ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിനുള്ള അധികാരങ്ങൾ, അതായത് ഈ നമ്മൾ പുതിയതായിട്ട് ഒരു അഖിലേന്ത്യാ സർവീസ് ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ IAS, IPS, IFS അല്ലെ. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, IAS, IPS, IFS അല്ലെ. അപ്പോ ഈ 3 എണ്ണവും എന്താണ്? അഖിലേന്ത്യാ സർവീസ് ആണ് അല്ലെ. ഈ ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് കേട്ടോ. അപ്പൊ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് ഉള്ള അധികാരം എവിടെ നിന്നായിരിക്കണം? രാജ്യസഭയിൽ നിന്ന് ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രാജ്യസഭയെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പാർലമെന്റിന്റെ ഉപരിസഭയാണ്, സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്, MLA-മാരാണ് രാജ്യസഭയിലെ അംഗങ്ങളെ, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. പിന്നെ എന്താ പഠിച്ചത്? 30 വയസ്സ് പൂർത്തിയായിരിക്കണം മത്സരിക്കാൻ അല്ലെ. 30 വയസ്സ് പൂർത്തിയായിരിക്കണം മത്സരിക്കാൻ. സ്ഥിരം സഭയാണ് അല്ലെ, സ്ഥിരം സഭയാണ്. പക്ഷെ അംഗങ്ങളുടെ കാലാവധി അവിടെ രാജ്യസഭയുടെ കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ സ്ഥിരം സഭ, അംഗങ്ങളുടെ കാലാവധി എത്ര ചോദിച്ചാൽ 6 വർഷം. മറക്കരുത്. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. അധ്യക്ഷനാരാ? രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി, ലോകസഭയുടെ സ്പീക്കർ. അംഗബലം 250, 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് രാജ്യസഭയിൽ നിന്നാണ്. അതുപോലെ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ നിയമം നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ നോക്കാം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നമ്മൾ പഠിച്ചു. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടതു വന്നുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, രാഷ്ട്രീയ പ്രക്രിയ കൂടിയിട്ടാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജന അഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് കേട്ടോ. പഠിച്ചു വെക്കണേ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ല് പഠിച്ചു വെച്ചോളണേ. അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ല്. പാർലമെന്റ് അംഗം ട്ടോ, പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ല്. ഓക്കെ. ഇനി എന്താ ഇവിടെ പറയുന്നത്? ഇത് കൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ല്. ധനബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് എവിടെ തന്നെയാണ്? ലോകസഭയിലാണ്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലും സാധാരണ ബില്ലുകളൊക്കെ എന്താണ്? ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പൊ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഏതാണ് മക്കളെ? ഗവൺമെന്റ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗമാണെങ്കിൽ സ്വകാര്യ ബില്ല്. ഓക്കെ. അതേപോലെ ധനബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ധനബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്?
ലോകസഭയിലാണ് കേട്ടോ, ലോകസഭയിലാണ്. ഇനി ഒരു ബില്ല് എങ്ങനെ നിയമമാക്കുക? ഒരു ബില്ല് അവതരിപ്പിച്ചു, ഫസ്റ്റ് ഒന്നാം വായന കഴിയും, രണ്ടാം വായന കഴിയും, മൂന്നാം വായനയിലാണ് ബില്ല് അംഗീകരിക്കുക. ഒന്നാം വായനയിൽ എന്ത് ചെയ്യണം? ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കാം. വായിച്ചോ, ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും എവിടെ അവതരിപ്പിക്കാം? ലോകസഭയിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം, രാജ്യസഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ പറയണ്ടോ, പക്ഷെ ധനബില്ല് എവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മന്ത്രിക്ക് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ സ്വകാര്യ അംഗം, അതായത് സ്വകാര്യ അംഗം എന്ന് പറയുമ്പോൾ പാർലമെന്റ് അംഗം അല്ലേ, അവതരിപ്പിക്കാം. ഓക്കെ, അങ്ങനെ അവതരിപ്പിച്ചു. അതാണ് ഒന്നാം വായന. ഇനി രണ്ടാം വായന. ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. ഇതിനെ കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബില്ല് അവതരിപ്പിക്കുന്നതിലെ കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? രണ്ടാം വായനയാണ് കേട്ടോ. കമ്മിറ്റി ഘട്ടം രണ്ടാം വായനയിലാണ്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കും. മൂന്നാം വായന ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. അപ്പൊ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. മനസ്സിലായോ? ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പൊ ഒരു ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു അല്ലെ, ഒരു ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു, ആദ്യം കൊടുക്കുക, ബില്ല് കൊടുക്കുക, അവതരിപ്പിച്ചു. എന്നിട്ട് അതിന്റെ രണ്ടാം ഘട്ടം കഴിയില്ലേ, കമ്മിറ്റി ഘട്ടം, അതൊക്കെ വായിച്ചു മനസ്സിലാക്കി ഓക്കെ അംഗീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും അല്ലേ. ഓക്കെ, എന്നിട്ട് മൂന്നാമത്തെ വായനയിൽ എന്ത് ചെയ്യും? അംഗീകരിക്കാം അല്ലെങ്കിൽ നിരസിക്കാം, ഏതിൽ വേണമെങ്കിൽ സംഭവിക്കാം. അതേ പ്രക്രിയ തന്നെ ഇപ്പൊ ഫസ്റ്റ് രാജ്യസഭയിൽ അവതരിപ്പിച്ചു ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ലോകസഭയിൽ അതേ പ്രക്രിയ തന്നെ എന്ത് ചെയ്യും? ആരംഭിക്കും. ഫസ്റ്റ് ഇപ്പൊ ലോകസഭയിലാണെങ്കിൽ രാജ്യസഭയിലും അതേ പ്രക്രിയ തന്നെ ആരംഭിക്കും കേട്ടോ. ഇനി ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ ബില്ല് നിയമമായിട്ട് മാറും. നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യനിർവഹണ വിഭാഗം, അതേപോലെ നീതിന്യായ വിഭാഗം, ഭരണഘടനാ ഭേദഗതി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ലെസണിൽ ബാക്കി പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന്, ലക്ഷ്യപ്രമേയം എന്താണ് എന്ന് പഠിച്ചു അല്ലെ. ഫസ്റ്റ് നമ്മൾ ലക്ഷ്യപ്രമേയം പഠിച്ചു. രണ്ടാമത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? കണ്ടോ, ഇത്ര ടോപ്പിക്കുകളാണ് അല്ലെ കഴിഞ്ഞു പോകുന്നത്. ലക്ഷ്യപ്രമേയം പഠിച്ചു, ആമുഖം പഠിച്ചു, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ലിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലെ, ലിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. പിന്നെ പാർലമെന്റിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിച്ചു. പാർലമെന്റിന്റെ സവിശേഷതകളെ കുറിച്ചിട്ട് ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് പഠിച്ചു. ഭരണഘടനയുടെ സവിശേഷതകൾ, ഓക്കെ, ഭരണഘടനാ സവിശേഷതകൾ പഠിച്ചു. ഫെഡറലിസത്തെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി ഇല്ലേ. ഫെഡറലിസത്തെ കുറിച്ചിട്ടൊന്നും വേറെ SCERT ലിസ്റ്റിലൊന്നും ഇങ്ങനെ പഠിക്കാനില്ല. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചിട്ടും ആ ഫെഡറലിസത്തിന്റെ സവിശേഷതകളെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു. പിന്നെ നിയമനിർമ്മാണമായ പാർലമെന്റിനെ കുറിച്ച്, എന്താണ് പാർലമെന്റ്, എന്താണ് നിയമം നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചു. ലോകസഭ എന്താണ് എന്ന് മനസ്സിലാക്കി, രാജ്യസഭ എന്താണ് എന്ന് മനസ്സിലാക്കി, ബില്ലുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. കണ്ടോ, ഈ ഒരു സമയത്ത് ഒരു 47 മിനിറ്റ് ആയി അല്ലേ. അപ്പോ ഒരു 50 മിനിറ്റ് കൊണ്ടാണ്, അതായത് ഒരു 1 അവർ പോലും ആയിട്ടില്ല അല്ലെ, ആ ആകുമ്പോഴേക്കാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇത് എളുപ്പമായി തോന്നുന്നുണ്ടോ? ഇങ്ങനെ SCERT ഇങ്ങനെ തരുന്ന സമയത്ത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ പഠിക്കാൻ? അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വിലയേറെ കമന്റുകൾ നിങ്ങളുടെ താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആക്കുക കേട്ടോ. നിങ്ങളെ അറിയിക്കണം, മെസ്സേജിലൂടെ അറിയണം നിങ്ങൾ എന്താണ്, നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് എനിക്ക് അറിയണം അല്ലേ. അല്ല നിങ്ങൾ ഒന്നും ചെയ്യാതെ പോയി ഞാനത് എങ്ങനെയാ അറിയാം? ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അതേപോലെ നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഇല്ലേ, പല ചാനലുകളിലും പല ഗ്രൂപ്പിലും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യണം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ കേരള ഹിസ്റ്ററി കാണാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനലിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ, അത് പഠിക്കണേ. അതേപോലെ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. SCERT കംപ്ലീറ്റ് അരിച്ചു പെറുക്കി തരും കേട്ടോ കയ്യില്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.